ഹലോ ഫ്രണ്ട്സ്, പ്രൈഡ് ആൻഡ് പ്രെജുഡൈസിന് മലയാളം സമ്മറിയുടെ പാർട്ട് 2 എല്ലാവർക്കും സ്വാഗതം. പാർട്ട് 1 കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ പാർട്ട് 1 കണ്ടതിന് ശേഷം മാത്രം പാർട്ട് 2 കാണാൻ ശ്രമിക്കുക. അങ്ങനെ മിസ്റ്റർ ബിങ്ലി ഡാർസിയുടെയും മിസ്റ്റർ ബിങ്ലിയുടെ 2 സഹോദരിമാരുടെയും ഉപദേശപ്രകാരം ജെയിനിനെ പ്രപ്പോസ് ചെയ്യാതെ ലണ്ടനിലേക്ക് പോയല്ലോ. അതിനുശേഷം എലിസബത്ത് അവളുടെ ഫ്രണ്ടായിട്ടുള്ള ഷെർലിങ്ങിനെ കാണാൻ പോകുന്നു. ഈ ഷെർലിങ് ഇപ്പോൾ വിവാഹിതയാണ്. അവൾ വിവാഹം ചെയ്തത് മിസ്റ്റർ കോളിങ്സിനെ ആയിരുന്നു. അവരുടെ എസ്റ്റേറ്റിന് അടുത്താണ് ലേഡി കാതറിങ്. അതായത് ഈ ലേഡി കാതറിങ് മിസ്റ്റർ കോളിങ്സിൻ്റെ രക്ഷാധികാരിയാണ്. അവൾ ധനികയും മാത്രമല്ല, ഈ സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയ ആളുകൾ അവളോട് താഴ്മയോടെ സംസാരിക്കണം എന്ന ഒരു മനോഭാവം വെച്ച് പുലർത്തുന്ന ആളാണ്. അങ്ങനെ ഈ മിസ്റ്റർ ഈ ലേഡി കാതറിങ് എലിസബത്തിനോട് അവളുടെ കുടുംബത്തെക്കുറിച്ച് കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് അറിയുന്നുണ്ട്. പക്ഷേ ഇതിന് നല്ല കോൺഫിഡൻ്റ് ആയിട്ടാണ് എലിസബത്ത് മറുപടി കൊടുത്തത്. ഈ എലിസബത്തിൻ്റെ ഇത്തരത്തിലുള്ള സംസാരം കാതറിന് ഒട്ടും പിടിക്കുന്നില്ല. പക്ഷെ അതേസമയം നമ്മുടെ ഡാർസിക്ക് ഈ എലിസബത്തിൻ്റെ സംസാരത്തിലും ആ ഒരു ആറ്റിറ്റ്യൂഡിലും പ്രത്യേക താല്പര്യം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ എലിസബത്ത് ഡാർസിയുടെ ഫ്രണ്ടായിട്ടുള്ള കേണൽ ഫിറ്റ്സ്വില്യമിനെ പരിചയപ്പെടുകയും അവരുമായി സംസാരിച്ചിരിക്കെ ഫിറ്റ്സ്വില്യം ഡാർസിയുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് എലിസബത്തിനോട് ഷെയർ ചെയ്തു. ഡാർസി ഈ അടുത്തായി അവൻ്റെ ഫ്രണ്ടിനെ ഒരു സ്ത്രീയുമായിട്ടുള്ള വിവാഹത്തിൽ നിന്നു രക്ഷിച്ചു എന്നുള്ള കാര്യം. ഈ ഒരു കാര്യം കേട്ട ഉടനെ തന്നെ നമ്മുടെ എലിസബത്തിന് കത്തി. ആ ഒരു സ്ത്രീ തീർച്ചയായും തൻ്റെ സഹോദരിയായിരിക്കുമെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. ഇതും കേട്ടതോടെ എലിസബത്തിന് ഡാർസിയോടുള്ള വെറുപ്പ് അധികരിച്ചു. അങ്ങനെയിരിക്കെ ഡാർസി ഒരു ദിവസം എലിസബത്തിനെ പ്രപ്പോസ് ചെയ്യുന്നു. എലിസബത്ത് സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്നും വരുന്ന ആളാണല്ലോ. എന്നാൽ ഡാർസി ഇതിൽ നിന്നെല്ലാം ഉയർന്ന ഒരു വ്യക്തി കൂടെയാണ്. അതിനാൽ ഈ ഒരു സോഷ്യൽ പ്രഷറെല്ലാം മറികടന്നാണ് താൻ തന്നെ സ്നേഹിക്കുന്നത് എന്ന രീതിയിലാണ് ഡാർസി എലിസബത്തിനെ പ്രപ്പോസ് ചെയ്തത്. എന്നാൽ ഇങ്ങനെ പ്രപ്പോസ് ചെയ്ത ഈ ഒരു രീതി എലിസബത്തിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ അവൾ ഈ ഒരു പ്രപ്പോസൽ റിജക്റ്റ് ചെയ്തു. റിജക്റ്റ് ചെയ്യാൻ ഇതും കൂടാതെ പല കാരണങ്ങളും ഉണ്ട്. കാരണം ഡാർസിയെക്കുറിച്ച് എലിസബത്തിന് പലതരം പ്രെജുഡൈസുകൾ ആദ്യം തന്നെ നിലനിൽക്കുന്നുണ്ടല്ലോ. കാരണം അവന് അറഗൻ്റാണ്, പ്രൈഡായിട്ടുള്ളൊരു വ്യക്തിയാണ്. മാത്രമല്ല ജെയിനിൻ്റെ വിവാഹം മുടക്കിയതിന് പിന്നിലും അവൻ തന്നെയാണ് കാരണക്കാരൻ എന്ന തോന്നലും എലിസബത്തിനുണ്ട്. കൂടാതെ വിക്രമിനെ ചതിച്ച കാര്യവും അവൾക്കറിയാം. എലിസബത്ത് റിജക്റ്റ് ചെയ്തത് ഡാർസിക്ക് വളരെയധികം വിഷമമായി. അദ്ദേഹം കൂടുതലൊന്നും പറയാതെ അവിടെ നിന്നും മടങ്ങി. തുടർന്ന് ഡാർസി തൻ്റെ ഭാഗം വിശദീകരിച്ചു കൊണ്ടുള്ള ഒരു നീണ്ട ലെറ്റർ എലിസബത്തിന് അയക്കുന്നു. ജെയിനും ബിങ്ലിയും തമ്മിലുള്ള വിവാഹത്തിൽ നിന്ന് ബിങ്ലിയെ പിന്തിരിപ്പിച്ചത് താനാണെന്ന് അദ്ദേഹം അതിൽ സമ്മതിക്കുന്നു. അതിന് പിന്നിലെ കാരണം ജെയിന് ഒരു ഫീലിങ്സ് പ്രകടിപ്പിക്കാത്ത ആളായിരുന്നല്ലോ. അതുകൊണ്ട് ജെയിനിന് യഥാർത്ഥത്തിൽ ബിങ്ലിയോട് ഇഷ്ടമില്ല എന്നുള്ള തോന്നലിൽ നിന്നാണ് അദ്ദേഹം ബിങ്ലിയെ വിവാഹത്തിൽ നിന്ന് പിന്മാറ്റിയത്. മാത്രമല്ല യഥാർത്ഥത്തിൽ വിക്രമാണ് തന്നെ ചതിച്ചത് എന്ന വെളിപ്പെടുത്തലും അദ്ദേഹം നടത്തുന്നു. വിക്രം ചർച്ച് പൊസിഷന് പകരം പണം വാങ്ങി ആ ഒരു കേസ് സെറ്റിൽ ചെയ്തതാണ്. ഈ വാങ്ങിയ പണം അദ്ദേഹത്തിന് ചൂതാട്ടത്തിലൂടെയും നഷ്ടപ്പെടുത്തി. മാത്രമല്ല വീണ്ടും പണം തട്ടിയെടുക്കാൻ വേണ്ടി ഡാർസിയുടെ സഹോദരിയുമായി ഒളിച്ചോട്ടത്തിന് വേണ്ടിയും അദ്ദേഹം ശ്രമിച്ചു. ഇതറിഞ്ഞ ഡാർസി അതിൽ നിന്നും പിന്മാറാൻ വേണ്ടി
ശ്രമം നടത്തി. ഈ ഒരു ലെറ്റർ നോവലിലെ പ്രധാന ടേണിംഗ് പോയിൻ്റാണ്. എലിസബത്ത് ഡാർസിയെക്കുറിച്ച് ചിന്തിച്ചിരുന്നതെല്ലാം വെറും ഒരു പുകമറ മാത്രമായിരുന്നു എന്ന് ഇതിലൂടെ എലിസബത്ത് തിരിച്ചറിയുന്നു. തുടർന്ന് അവൾ ഡാർസിയെ ശരിയായ രീതിയിൽ വിലയിരുത്താൻ വേണ്ടി ശ്രമം നടത്തി. അങ്ങനെയിരിക്കെ എലിസബത്ത് ഡാർസി പെമ്പർലിയിൽ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അവിടെ സന്ദർശിക്കാൻ തീരുമാനിച്ചു. അവിടെ വെച്ച് ഡാർസിയുടെ ഹൗസ് കീപ്പറുമായി അവൾ സംസാരിച്ചു. തൻ്റെ യജമാനനെ കുറിച്ച് അവൾ വാതോരാതെ സംസാരിച്ചു. തൻ്റെ യജമാനൻ ദയയും ഉദാരമതിയുമാണ്. ഈ കാര്യങ്ങളെല്ലാം എലിസബത്തിനെ അത്ഭുതപ്പെടുത്തി. കാരണം എലിസബത്തിന് ഡാർസിയെക്കുറിച്ച് ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകളെല്ലാം ഇതിലൂടെ ഓരോന്നായി പൊളിഞ്ഞു വീഴാൻ കാരണമായി. അങ്ങനെ അപ്രതീക്ഷിതമായി ഡാർസി അവിടേക്ക് കടന്നു വരുന്നു. ഡാർസി എലിസബത്തിനെ ഊഷ്മളമായി സ്വീകരിച്ചു. അവന് തൻ്റെ സഹോദരിയെ എലിസബത്തിനെ പരിചയപ്പെടുത്തി. പെമ്പർലി സന്ദർശനത്തിലെ എലിസബത്തിനോട് കൂടെ അവളുടെ ആൻറ്റിയും അങ്കിളും ഉണ്ടായിരുന്നു. ഇവർ മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നിട്ട് പോലും ഡാർസി അവരോട് ദയാപൂർവവും റെസ്പെക്റ്റ്ഫുള്ളായും സംസാരിക്കുന്നു. ഡാർസിയുടെ ഈ ഒരു സമീപനം എലിസബത്തിൽ ഒരു അട്രാക്ഷൻ ഉണ്ടാക്കി. വൈകാതെ ലോങ്ബോണിൽ നിന്നുള്ള ന്യൂസ് എലിസബത്തിൻ്റെ സന്തോഷം കെടുത്തി. അവളുടെ സഹോദരി ലിഡിയ വിക്കമിനൊപ്പം ഒളിച്ചോടി. അവർ വിവാഹം കഴിക്കാതെയാണ് കൂടെ താമസിക്കുന്നത്. ഇവളുടെ ഈ ഒരു പ്രവൃത്തി ബെന്നറ്റ്സ് ഫാമിലിക്ക് അപമാനം ഉണ്ടാക്കി. മാത്രമല്ല ബെന്നറ്റ് സിസ്റ്റേഴ്സിന് ഇനി നല്ലൊരു വിവാഹം ആലോചന ലഭിക്കുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമായി മാറി. അതിനാൽ തന്നെ ഡാർസി തന്നെ വിവാഹം കഴിക്കുമോ എന്ന് എലിസബത്ത് ഭയന്നു. എലിസബത്ത് അറിയാതെ ഡാർസി ദമ്പതികളെ തിരഞ്ഞ് ലണ്ടനിൽ പോയി. അവിടെ വെച്ചും അദ്ദേഹം അവരെ കണ്ടുമുട്ടുന്നു. അങ്ങനെ വിക്കമിനോട് ലിഡിയയെ വിവാഹം കഴിക്കാൻ അദ്ദേഹം നിർബന്ധിക്കുന്നു. വിക്കമിനോട് ലിഡിയയെ വിവാഹം കഴിക്കാൻ അദ്ദേഹം നിർബന്ധിച്ചു. വിക്കമിൻ്റെ പേരിലുള്ള കടങ്ങളെല്ലാം ഡാർസി ഒത്തുതീർപ്പാക്കി. മാത്രമല്ല അദ്ദേഹത്തിന് ആർമി ഓഫീസേഴ്സിലെ നല്ലൊരു പദവി, മിലിറ്ററി കമ്മീഷൻ എന്നൊരു പദവിയും അദ്ദേഹത്തിന് വാങ്ങിച്ചു നൽകി. ഇതെല്ലാം അദ്ദേഹം ചെയ്തത് എലിസബത്തിനോടുള്ള അതിയായ സ്നേഹം കൊണ്ടും ബെന്നറ്റ്സ് ഫാമിലിയുടെ അഭിമാനം തിരിച്ചെടുക്കാൻ വേണ്ടിയുമാണ്. എന്നാൽ താൻ ചെയ്ത ഈ ഒരു പ്രവൃത്തിക്ക് അദ്ദേഹം പ്രശംസ ആഗ്രഹിച്ചിരുന്നില്ല. അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ ഒന്നും തന്നെ അദ്ദേഹം എലിസബത്തിനോട് ഷെയർ ചെയ്തില്ല. ഡാർസിയുടെ ഈ ഉദാരമായ പ്രവർത്തനങ്ങൾ എല്ലാം എലിസബത്ത് അവളുടെ അമ്മാവനായ ഗാർഡിനറിൽ നിന്നും അറിയുന്നു. അതിനാൽ തന്നെ എലിസബത്തിന് ഡാർസിയോടുള്ള ഇഷ്ടം വർദ്ധിച്ചു. അതേസമയം ബിംഗ്ലി ഡാർസിയോടൊപ്പം നെതർഫീൽഡിലേക്ക് തിരിക്കുന്നു. ഡാർസിയുടെ ഉപദേശപ്രകാരം ബിംഗ്ലി ജെയിനിനെ പ്രപ്പോസ് ചെയ്യുന്നു. ഇത് ജെയിന് വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു. എലിസബത്തും ഡാർസിയും വിവാഹം ചെയ്യാൻ പോകുന്ന ഒരു കിംവദന്തി ലേഡി കാതറിങ് അറിയുന്നു. ഈ ലേഡി കാതറിങ് മിസ്റ്റർ കോളിൻസിൻ്റെ ഒരു രക്ഷാധികാരി ആയിരുന്നു. ഇതിൽ ക്ഷുഭിതയായ അവൾ എലിസബത്തിനെ കാണുകയും ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറണമെന്ന് അവളോട് വാഗ്ദാനം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ എലിസബത്ത് ഇതിന് വിസമ്മതിച്ചു. ഇതിൽ അരിശം പൂണ്ട ലേഡി കാതറിങ് ഡാർസിയെ സമീപിക്കുകയും എലിസബത്തിൻ്റെ സംസാരത്തെക്കുറിച്ച് അവനോട് ഷെയർ ചെയ്യുകയും ചെയ്തു. ഇത് കേട്ട ഡാർസി വളരെയധികം സന്തോഷവാനായി. കാരണം എലിസബത്തിനോട് തന്നോടുള്ള ദേഷ്യമെല്ലാം പോയി എന്ന് ഡാർസി ഇതിലൂടെ മനസ്സിലാക്കി. ഡാർസി വീണ്ടും ലോങ്ബോണിൽ സന്ദർശനം നടത്തുകയും എലിസബത്തിനെ കണ്ട്
രണ്ടാമത് അവളെ പ്രപ്പോസ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ആദ്യത്തെ പ്രപ്പോസലിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു രണ്ടാമത്തെ പ്രപ്പോസൽ. അവൻ വളരെ റെസ്പെക്റ്റ്ഫുള്ളും ജെന്യുവിനായിട്ടും വളരെ വിനയത്തോടെയും കൂടെയാണ് സംസാരിച്ചിരുന്നത്. എലിസബത്തിന് ഡാർസിയെക്കുറിച്ചുള്ള പ്രെജുഡൈസെല്ലാം മാറിയതിനാലും അവൾ വളരെ സ്നേഹത്തോടെ ഡാർസിയുടെ പ്രപ്പോസൽ സ്വീകരിക്കുന്നു. രണ്ട് സന്തോഷകരമായ വിവാഹത്തോടു കൂടിയാണ് ഈ നോവൽ അവസാനിക്കുന്നത്. എന്നാൽ മറുഭാഗത്താകട്ടെ വിക്രമിൻ്റെ ഇറസ്പെക്റ്റ്ഫുൾ ആയ ബിഹേവിയർ കാരണം ലിഡിയയും വിക്രമും ഫൈനാൻഷ്യൽ ക്രൈസിസ് അനുഭവിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.